ഹായ് ഫ്രണ്ട്സ്, മഞ്ഞുമലയുടെ നടുവിൽ നിന്ന് രക്തം പോലെ ചുവന്ന വെള്ളം ഒഴുകുന്നത് കണ്ടിട്ടുണ്ടോ? സിനിമയിലല്ല കേട്ടോ, യാഥാർത്ഥ്യത്തിലാണ്. മഞ്ഞുകൊണ്ട് മൂടിയ അന്റാർട്ടിക്കയിൽ നിന്ന് രക്തം പോലെ ചുവന്ന വെള്ളം ഒഴുകുന്ന ഒരു സ്ഥലമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, അത് ബ്ലഡ് ഫോൾസ് ആണ്. അന്റാർട്ടിക്കയിലെ ടൈലർ ഗ്ലേസിയറിൽ സ്ഥിതി ചെയ്യുന്ന ഈ വെള്ളച്ചാട്ടം വളരെ ദൂരെ നിന്ന് നോക്കുമ്പോൾ മഞ്ഞിനിടയിലൂടെ രക്തം ഒഴുകുന്നത് പോലെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ബ്ലഡ് ഫോൾസ് എന്ന പേര് ലഭിച്ചത്. 1911 ഓസ്ട്രേലിയൻ ഭൂവിജ്ഞാനിയായ ഗ്രിഫിത്ത് ടൈലർ ഈ സ്ഥലം ആദ്യമായി രേഖപ്പെടുത്തി. അന്ന് ശാസ്ത്രജ്ഞർ ചുവന്ന നിറത്തിന് കാരണം ചുവന്ന ആൽഗകളാണെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ പിന്നീട് നടത്തിയ വിശദമായ പഠനങ്ങൾ ആ നിഗമനം തെറ്റാണെന്ന് തെളിയിച്ചു. യഥാർത്ഥ കാരണം മഞ്ഞിനടിയിൽ ഏകദേശം ലക്ഷക്കണക്കിന് വർഷങ്ങളായി കുടുങ്ങിക്കിടക്കുന്ന അത്യധികം ഉപ്പുള്ള വെള്ളമാണ്. വെള്ളത്തിൽ ഇരുമ്പ് വളരെ കൂടുതലാണ്. അത് പുറത്തു വന്ന് വായുവിലെ ഓക്സിജനുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നു. ഇരുമ്പിന് തുരുമ്പ് പിടിക്കുമ്പോൾ ലഭിക്കുന്ന അതേ ചുവപ്പ് നിറമാണ് ഈ വെള്ളത്തിന് ലഭിക്കുന്നത്. ഈ ഉപ്പുവെള്ളം അത്രയധികം ഉപ്പുള്ളതിനാൽ കടുത്ത തണുപ്പിലും ഇത് പൂർണ്ണമായി മഞ്ഞാകാറില്ല. അതുകൊണ്ടാണ് മഞ്ഞിനിടയിൽ നിന്ന് അത് പതുക്കെ പുറത്തേക്ക് ഒഴുകുമ്പോൾ ചുവന്ന നിറത്തിൽ കാണപ്പെടുന്നത്. ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് അറിയുമോ? സൂര്യപ്രകാശം പോലും എത്താത്ത ഈ വെള്ളത്തിൽ ചില സൂക്ഷ്മജീവികൾ ജീവിച്ചിരിക്കുന്നു. അതിനാൽ ഭൂമിക്ക് പുറത്തും ഇത്തരത്തിൽ ജീവൻ ഉണ്ടാകുമോ എന്ന പഠനങ്ങൾക്ക് ബ്ലഡ് ഫോൾസ് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. രക്തമല്ല, പക്ഷേ പ്രകൃതിയുടെ ഏറ്റവും വിചിത്രമായ അത്ഭുതങ്ങളിൽ ഒന്നാണ് ഇത്. ഇത്തരത്തിലുള്ള ഫാക്റ്റുകൾക്കായി ഈ ചാനൽ ഇന്ന് തന്നെ ഫോളോ ചെയ്യൂ.